അഞ്ചിൽ 5 സീറ്റും ഇത്തവണ നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു. സുരേന്ദ്രന്റെ പാസ് സ്വീകരിച്ചിട്ടാ മുഖ്യമന്ത്രി ഗോളടിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഹോട്ടലിൽ ഇടാനുള്ള ഉടുപ്പൊക്കെ ഒരു കുന്തത്തിൽ കോർത്തു വെച്ചിട്ട് അത് കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? അത്രത്തോളം ജനവിരുദ്ധമായ ഒരു ഭരണകൂടമായിട്ട് ഇവർ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ പോലീസുകാർ അവരിന് സല്യൂട്ട് കൊടുത്ത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് കയറ്റിവിടുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന്റെ പ്രധാന പ്രതിയോഗി എന്ന് പറയുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരനായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 3000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിക്കുന്നത്. പിന്നീട് 2024 KK ശൈലജയെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷം തീരുമാനിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നു. പാലക്കാട്ടെ MLA ആയ RSSനെയും BJPയും തകർത്തെറിഞ്ഞ് പാലക്കാട് വീണ്ടും അധികാരമുറപ്പിച്ച ഷാഫി പറമ്പിലിനെ ഇങ്ങ് വടകരയിലേക്ക് കൊണ്ടുവരാമെന്ന തീരുമാനം. അങ്ങനെ വടകരയിലേക്ക് കൊണ്ടുവരുന്നു. KK ശൈലജ ടീച്ചർക്ക് എതിരായി മത്സരിപ്പിക്കുന്നു. മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി പറമ്പിൽ വിജയിക്കുന്നു. അങ്ങനെ ഇരു ചേരികളിലും ഒരു ഭാഗത്ത് BJP ആണെങ്കിൽ മറുഭാഗത്ത് ഇടതുപക്ഷം. ഒരു ഭാഗത്ത് ശക്തമായ പോരാട്ടത്തിൽ വിയർത്താണെങ്കിലും വിജയിച്ചെങ്കിൽ മറുഭാഗത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അതും ഇടതുപക്ഷത്തിന്റെ ഒരുപക്ഷെ അടുത്ത തവണത്തെ മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന ഒരു നേതാവിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ BJPയുടെയും CPMന്റെയും ഒക്കെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിച്ച വിജയിച്ചു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിൽ ഇപ്പോൾ BJPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമായ മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയായ പത്തനംതിട്ട ജില്ലയിലും ഒരു പ്രധാനപ്പെട്ട ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരടക്കമുള്ള പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെ വിജയിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ല മൊത്തത്തിൽ കോൺഗ്രസിന്റെ അധീനതയിൽ കൊണ്ടുവരുമെന്ന ഉറപ്പാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? ആളുകൾക്ക് പെൻഷൻ കൊടുത്തോ പിണറായി വിജയന്റെ സർക്കാർ എന്ന് ചോദിച്ചാ ഇവര് ചോദിക്കുന്നത് രാഹുൽ രാവിലെ ഇട്ട് ഷർട്ടല്ലല്ലോ രാത്രി ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ക്ഷേമനിധിയിലേക്ക് പൈസ കൊടുത്തതിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് കൊടുത്തു എന്ന് ചോദിച്ചാ അവന്മാര് പറയുന്നത് ഇല്ലവന്റെ പെട്ടിയിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. 40 രൂപക്ക് പെട്രോൾ ഉണ്ടോ ഡീസൽ ഉണ്ടോ 400 രൂപക്ക് ഗ്യാസ് ഉണ്ടോ എന്ന് ചോദിച്ചാ അത് പറയുമ്പോ പറയുന്നത് എന്താ? അവൻ എന്തിനാ ഈ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ കാറിൽ കയറി? ഭയങ്കര ദുരൂഹതയാ. വേറൊരു കാറിൽ കയറി എന്നാ വേറൊരു കാർ എന്റെയാ? പിന്നെ ചോദിക്കുക ഹോട്ടലിൽ വന്നപ്പോ എന്തിനു പെട്ടിയും കൊണ്ടുവന്നു എന്നുള്ളത് അടുത്ത ചോദ്യം. പിന്നെ ഹോട്ടലിൽ ഇടാനുള്ള ഉടുപ്പൊക്കെ ഒരു കുന്തത്തിൽ കോർത്തു വെച്ചിട്ട് അത് കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഞാൻ കുന്തം എന്നുള്ളത് വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ വെറുതെ എന്നെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോടെന്തെങ്കിലും പറയാൻ വേണ്ടേ? തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം 10,000-ന്റെ മേലെയാവും ഞങ്ങളിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നീട്ടിയത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ എല്ലാ പരിപാടികളും പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു. PK ഓർമ്മയില്ലേ? 7-ാം തീയതി 8-ാം തീയതി ആയിട്ട് പ്രസിഡന്റ് 5 സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. ആ 5 പരിപാടികളും ക്യാൻസൽ ചെയ്തു. ഞങ്ങൾക്ക് അപ്പൊ ഒരു ടെൻഷനായി. ദൈവമേ, അത് ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ടെൻഷൻ. അത് നടക്കണേന്നായിരുന്നു നമ്മുടെ പ്രാർത്ഥന. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരുവുള്ളൂ. പിന്നെന്തോ ഭാഗ്യത്തിന് പുള്ളി തെരഞ്ഞെടുപ്പിന്റെ അവസാനം 16, 17 തീയതികളിലായി ആ 5 സ്ഥലങ്ങളിലും വന്ന് പ്രസംഗിച്ചു. അവിടെയൊക്കെ നമുക്ക് നല്ല വോട്ടും കിട്ടി എന്നുള്ളതാണ് ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമ്പോ അത്രത്തോളം ജനവിരുദ്ധമായ ഒരു ഭരണകൂടമായിട്ട് ഇവർ മാറിയിരിക്കുന്നു. ഇനി അടൂരിലെ ജനതയോടൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. നിങ്ങൾ തയ്യാറായി നിന്നോ, നിങ്ങൾ ഒരുങ്ങി നിന്നോ, താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചോ. പത്തനംതിട്ട ജില്ലയിലെ 5-ൽ 5 സീറ്റും ഇത്തവണ നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി നമ്മൾ എടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനവും ജനങ്ങളുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനിവാര്യതയുമാണ്. എന്നാണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഇച്ചിരി ഒന്ന് BJP CPMനെ ലേശം ഒന്ന് CPM BJPനെ ഒരു കുറ്റം പറയാ. മുഖ്യമന്ത്രി പാലക്കാട് വന്ന് ഗോളടിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാ? മുഖ്യമന്ത്രി പാസ് സ്വീകരിക്കുന്നത് സുരേന്ദ്രന്റെയാ. സുരേന്ദ്രന്റെ പാസ് സ്വീകരിച്ചിട്ടാ മുഖ്യമന്ത്രി ഗോളടിക്കാൻ ശ്രമിക്കുന്നത്. ഇവരുടെയൊക്കെ വർത്താനത്തിനും ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾക്കും പ്രസ്താവനകൾക്കും ഒക്കെ എന്തൊരു ഐക്യമായിരുന്നു എന്നറിയോ? അതുപോലെ അവിടെ വേറൊരു സ്ഥാനാർത്ഥി നമ്മുടെ ഇടയിൽ നിന്ന് പോയായിരുന്നു. അതിന്റെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാലോ കാര്യങ്ങൾ. ഒരു സ്ഥാനാർത്ഥി അപ്പുറത്തേക്ക് പോയി നമ്മളെ പറ്റി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു.
നമ്മുടെ സ്ഥാനാർത്ഥിയെ പറ്റി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? അവര് വിചാരിച്ചു രാവിലെയും ഉച്ചക്കും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി നമ്മളെ 4 എണ്ണം പറഞ്ഞ ആ കാറ്റിൽ അങ്ങ് ഒലിച്ചു പോകുന്ന സീറ്റാണ് പാലക്കാട് അവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് മതേതര പ്രസ്ഥാനത്തിന്റെ തറവാടാണ് എന്ന് തെളിയിക്കുന്ന ഉജ്ജ്വലമായ ജയമാണ് അവിടുത്തെ ജനത സമ്മാനിച്ചത്. ഇപ്പൊ ഒരു കാര്യം അടൂർക്കാർക്കും ഉറപ്പിക്കാം, കാസർകോട്ടുകാർക്കും ഉറപ്പിക്കാം, തിരുവനന്തപുരംകാർക്കും ഉറപ്പിക്കാം, കേരളത്തിന്റെ ജനകീയ പ്രശ്നങ്ങളിൽ, കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൃത്യമായി ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഒരാൾ പ്രിയപ്പെട്ട വിഷ്ണുവേട്ടന്റെ ഒക്കെ കൂടെ ഇനി നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാടിന്റെയും കേരളത്തിന്റെയും ശബ്ദമായി നിയമസഭയിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അയാൾ ആർജവത്തോടെ കാര്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള ആർജവമുള്ള ഒരു ചെറുപ്പക്കാരൻ, ജനകീയ ഇടപെടലുകൾ നടത്താൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇതാ ഇവിടുന്ന് വീട്ടിൽ നിന്ന് രാവിലെ 5:30 മണിക്ക് പോലീസ് വളഞ്ഞിട്ട് വല്ല തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ വാതിലിൽ മുട്ടി തള്ളി തുറന്ന് അകത്ത് കയറി, അല്ലെ, ബെഡ്റൂമിന്റെ വാതിൽ വരെ ഉള്ളിൽ പോയി മുട്ടി തുറന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി തടവറയിൽ അടക്കാൻ നിങ്ങൾ ജയിലിനകത്തേക്ക് ഇട്ട കേരളത്തിന്റെ യുവജന സമര നായകൻ, ആ പോലീസുകാരൻ അല്ലെങ്കിൽ ആ പോലീസുകാർ അവരിന് സല്യൂട്ട് കൊടുത്ത് കേരളത്തിന്റെ നിയമസഭക്കകത്തേക്ക് കയറ്റിവിടുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന നിമിഷം തന്നെയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ നാട്ടിലെ ജനത എടുക്കുന്ന ആർജവത്തോടു കൂടിയുള്ള തീരുമാനങ്ങളായിരിക്കണം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണേണ്ടത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഈ ഭരണകൂടത്തെ ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് വെറുതെ വിടാൻ സാധിക്കൂ? ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കൂ? ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് കൈയും കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കൂ? നിങ്ങൾക്കറിയാം, ബിജെപിയിൽ നിന്ന് ഒരാൾ പാർട്ടി വിട്ടു വന്നു. ബിജെപിയിൽ നിന്ന് ഒരാൾ പാർട്ടി വിട്ടു വരുമ്പോ അയാൾ പാർട്ടി വിടുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോ പ്രതികരിച്ച AK ബാലൻ നിങ്ങൾ കണ്ടതാണ്. AK ബാലൻ പറയാ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. AK ബാലൻ പറയാ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നമ്പർ 1 കോമ്രേഡ് ആവും. പിന്നെ ദാർശനികമായി, AK ബാലന്റെ വാക്കുകളാണ്, ദാർശനികമായി പറഞ്ഞാൽ RSSുമായി ഒത്തുപോകാൻ കഴിയുന്ന ഒരു മനസ്സല്ല ആ ചെറുപ്പക്കാരനുള്ളത്. വേറെ രാജേഷിന്റെയും അളിയന്റെയും പ്രസ്താവനകൾ എന്താ വന്നത്? MP രാജേഷിന്റെ പ്രസ്താവന വന്നത് എന്താ? ആശയപരമായി ഒരു മാറ്റം വന്നാൽ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചും പ്രസംഗിച്ചും വാതിലും തുറന്നിട്ടവന്റെ വാതിലിനകത്തൂടെയല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതര പ്രസ്ഥാനത്തിന്റെ വാതിൽ തുറന്നിട്ടാണ് സന്ദീപ് വാര്യർ എന്ന ചെറുപ്പക്കാരൻ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് നമ്മളോടൊപ്പം കടന്നു വന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്.